ഹായ് ഫ്രണ്ട്സ്, ICUBE ഡിസൈൻ സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി പ്രൊഫഷണൽ മെത്തേഡിൽ വീട്ടിലിരുന്ന് എങ്ങനെ LED ബൾബുകളും അതുപോലെ തന്നെ LED ട്യൂബുകളും നിർമ്മിക്കുന്നതെന്ന് നോക്കാം. LED ട്യൂബ്, ഇതിനാവശ്യമായി വരുന്ന സാധനങ്ങൾ: LED ട്യൂബ് കേസ്, 20 വാട്ട് LED സ്ട്രിപ്പ്, ഒരു LED ഡ്രൈവ്, 2 എൻഡ് ക്യാപ്പ്, 2 സെറ്റ് വയർ, പിന്നെ വേണ്ടത് സ്ട്രിപ്പറും സോൾഡറിംഗ് അയണും. ആദ്യം തന്നെ നമ്മുടെ LED സ്ട്രിപ്പിനെ ട്യൂബ് കേസിലെ സ്ലോട്ടിലേക്ക് സെറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു സെറ്റ് വയർ എടുത്ത് അതിലെ റെഡ് വയർ സ്ട്രിപ്പിൻ്റെ പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. LED ട്യൂബിൻ്റെ മെയിൻ പാർട്ടായ LED ഡ്രൈവിനും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതിലേക്ക് LED സ്ട്രിപ്പിൽ നിന്നുള്ള പോസിറ്റീവ് ഡ്രൈവിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് ഡ്രൈവിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. ഇനി നമ്മുടെ കയ്യിലുള്ള അടുത്ത സെറ്റ് വയറെടുത്ത് അത് ട്യൂബിൻ്റെ കേസിലേക്ക് കടത്തി വയ്ക്കാം. ഈ വയർ സെറ്റിനെ ഡ്രൈവിൻ്റെ മറ്റേ എൻഡിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. LED സ്ട്രിപ്പിൽ നിന്നും വരുന്ന വയർ ഡ്രൈവിൻ്റെ ഔട്ടിലേക്കും 230 വോൾട്ട് സപ്ലൈ ഡ്രൈവിൻ്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി LED സ്ട്രിപ്പിനെയും ഡ്രൈവിനെയും പ്രോപ്പറായി കേസിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം എൻഡ് ക്യാപ്പ് യൂസ് ചെയ്ത് രണ്ട് സൈഡും ക്ലോസ് ചെയ്യാം. വയർ സീൽ ചെയ്യാനായി ഒരു റബ്ബർ ബുഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്യൂബ് അസംബ്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ട്യൂബ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. LED ബൾബ്. ഇനി നമുക്ക് LED ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി വരുന്ന മെറ്റീരിയൽസ്: ഒരു B22 ക്യാപ്പ്, LED ഹൗസിംഗ് ആൻഡ് LED ക്യാപ്പ്, അതുപോലെ തന്നെ LED ബൾബിന് വേണ്ട ഡ്രൈവ്, ഹീറ്റ് സിങ്ക്, LED മെട്രിക്സ്, തെർമൽ പേസ്റ്റ്. ആദ്യമേ തന്നെ തെർമൽ പേസ്റ്റ് ഹീറ്റ് സിങ്കിലേക്ക് അപ്ലൈ ചെയ്യാം. LED മെട്രിക്സിൽ ഉണ്ടാവുന്ന ചൂടിനെ പെട്ടെന്ന് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം മെട്രിക്സിനെ സ്ക്രൂ യൂസ് ചെയ്ത് ഹീറ്റ് സിങ്കിലേക്ക് ഫിക്സ് ചെയ്യണം. LED മെട്രിക്സിൽ പോസിറ്റീവും നെഗറ്റീവും കാണാൻ സാധിക്കും. LED ഡ്രൈവ് ഒരു സെറ്റായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നും ഒരു യൂണിറ്റ് എടുത്തിട്ട് വേണം മെട്രിക്സിലേക്ക് കണക്ട് ചെയ്യാൻ. LED ഡ്രൈവിൽ നിന്നുള്ള പോസിറ്റീവും നെഗറ്റീവും ഹീറ്റ് സിങ്കിൻ്റെ സെൻറ്ററിലൂടെ എടുത്തതിന് ശേഷം മെട്രിക്സിലേക്ക് സോൾഡർ ചെയ്യണം. ഇതിനെ LED ഹൗസിങ്ങിലുള്ള സ്ലോട്ടിലേക്ക് കൃത്യമായി വെക്കണം. B22 ക്യാപ്പ് LED ഹൗസിങ്ങിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ LED ഡ്രൈവിലേക്കുള്ള ഇൻപുട്ട് വയറുകൾ B22 ക്യാപ്പിലുള്ള ഹോളിലൂടെ പുറത്തേക്കെടുക്കണം. ഈ രണ്ട് വയറുകളും B22 ക്യാപ്പിൻ്റെ കണക്ഷൻ പോർട്ടിലേക്കാണ് സോൾഡർ ചെയ്ത് വയ്ക്കുക. എക്സസ് ആയി നിൽക്കുന്ന വയർ കട്ട് ചെയ്ത് കളയണം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. B22 ക്യാപ്പിനെയും LED ഹൗസിങ്ങിനെയും പെർമനൻ്റായി ഫിക്സ് ചെയ്യുന്നത് ക്രിമ്പിംഗ് ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ഇത് രണ്ടും പെർമനൻ്റ്ലി ഫിക്സ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു ശേഷം ഹീറ്റ് സിങ്കിനെ LED ഹൗസിങ്ങിലേക്ക് ഫിക്സ് ചെയ്യണം. അതിനായി ഇതിനെ ഒരു പഞ്ചിങ് ഡൈയിലേക്ക് വച്ചതിന് ശേഷം പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് പഞ്ച് ചെയ്യണം. കൃത്യമായി തന്നെ ഹീറ്റ് സിങ്ക് ഹൗസിങ്ങിലേക്ക് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ ക്യാപ്പിനെ ഇതിൻ്റെ മുകളിലേക്ക്
പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. LED ബൾബ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന 2 അസംബ്ലി പ്രോസസ്സുകൾ ആണ് ഇവ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്